വണ്ടൂർ വാണിയമ്പലം റെയിൽവേ ഗേറ്റ് അടച്ചത് കാരണം അടിയന്തര ചികിത്സ ലഭിക്കാതെ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. വാണിയമ്പലം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഗേറ്റിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. വാണിയമ്പലത്ത് മേൽപ്പാലമില്ലാത്തതിനാൽ ആംബുലൻസ് അടക്കം ഗേറ്റ് അടച്ചിടുന്നത് കാരണം ഗതാഗതക്കുരുക്കിൽ പെടുന്നത് പതിവാണ്. ഇക്കാരണത്താൽ മനുഷ്യന്റെ ജീവനടക്കം നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ തുടർക്കഥയായതോടെയാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം. റെയിൽവേ ഗേറ്റ് 17 തവണയാണ് ഓരോ തവണ ഗേറ്റ് അടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് വാണിയമ്പലത്തിൽ. മാത്രവുമല്ല, ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയായ മഞ്ചേരിയിലേക്കും പെരിന്തൽമണ്ണയിലേക്കും കോഴിക്കോടിലേക്കും കേവലം വണ്ടൂരിലേക്ക് പോലും ഒരു രോഗിയുമായി വരുന്ന ആംബുലൻസ് പലപ്പോഴും വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റിൽ തുടങ്ങി ഒരുപാട് ജീവനുകൾ ഒളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇന്നലെ വാണിയമ്പലത്തെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് നെഞ്ഞുവേദനയുണ്ടായി, പ്രാഥമികമായ ചികിത്സ പോലും കൊടുക്കാൻ കഴിയാതെ റെയിൽവേ ഗേറ്റിൽ തുടങ്ങി അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ചില വാർത്തകളിലൊക്കെ കണ്ടതാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി വാണിയമ്പലത്തെ മേൽപ്പാലം നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു, അലൈൻമെന്റ് തീരുമാനിച്ചു, അതുപോലെ തന്നെ അതിന്റെ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് നിർത്തിയാണ്. അപ്പൊ അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തി, അതിന്റെ സ്ഥലമെടുപ്പിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് അത് വളരെ അടിയന്തരമായി പണി തുടങ്ങി പെട്ടെന്ന് പണി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാണിയമ്പലത്തെ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധ സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ സമരം ഒരു സൂചന മാത്രമാണ്. വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട തുടർ സമര പരിപാടികളും ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടമായ ഒരു പരിശ്രമവും വാണിയമ്പലത്തെ നിവാസികളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. ആളുകളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിനും ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകൾ വരെ ഈ ബ്ലോക്കിൽ കുടുങ്ങി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് വാണിയമ്പലത്തെ ജനങ്ങൾക്കൊന്നടക്കം ആവശ്യപ്പെടാനുള്ളത്. റെയിൽവേ മേൽപ്പാലം വരുന്നതിന്റെ മുന്നേ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തുകൊണ്ട് ഡിവൈഡറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ബ്ലോക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. പക്ഷേ ഈ മരണം തടയണമെന്നുണ്ടെങ്കിൽ അനിവാര്യമാണ് നമുക്ക് മേൽപ്പാലം അത് അനുവദിക്കുന്നത് വരെയും ഈ വാണിയമ്പലത്തെ ജനത സമരരംഗത്തുണ്ടാവും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനപ്രതിനിധികളായ എം ദസാബുദ്ദീൻ, ഷൈജിൽ എടപ്പറ്റ, സി സ്വാമിദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വാണിയമ്പലം.
ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ്, ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു. ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ. സഫ ജ്വല്ലറി. യമ്മി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ. ഫുൾ ബ്രോസ്റ്റ് വെറും 450 രൂപ, ഷവായ 400 രൂപ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. യമ്മി ബേക്സ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.